ഹായ് ഗായ്സ്. അപ്പോൾ നമുക്കിന്നൊരു മോമോസിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ? അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ മോമോസിൻ്റെ ഒരു കഥ അറിയോ? ഇതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതും ഇപ്പം എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായതെന്നും? ഈ പറയുന്ന മോമോസ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഹിമാലയയിലാണ്, അതായത് ടിബറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന മോമോസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ആ കോൾഡ് ക്ലൈമറ്റിൽ അവർക്ക് നല്ല ഹോട്ടായിട്ടുള്ളൊരു സ്റ്റീംഡ് ഫുഡായിട്ടാണ് അവരിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവരവിടുന്ന് നേപ്പാളിലേക്ക് ട്രാവൽ ചെയ്തു. അങ്ങനെ ഇത് നേപ്പാളിലെത്തി. പിന്നീട് ഒരു 1950-60 ആയപ്പോൾ നേപ്പാളുകാർ പിന്നെ ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ ഇത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ. പിന്നെ നമ്മളിതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെറൈറ്റി അടിച്ചു അടിപൊളിയാക്കും അല്ലേ? ഇപ്പോൾ പല വെറൈറ്റികളുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട്? പലതരത്തിലുള്ളതുണ്ട്. സ്റ്റീംഡ് ആയിട്ടുള്ളതുണ്ട്, ഷെസ്വാൻ ഉണ്ട്, അതുപോലെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതുണ്ട്, ചോക്ലേറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇതിൽ നമ്മൾ വെറൈറ്റി കൊണ്ടുവന്നു. ഇത് എല്ലാവർക്കും, അതായത് വെജിറ്റേറിയനായിട്ടും നോൺ വെജ് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പനീർ വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ ജസ്റ്റ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ അല്ല ചിക്കൻ, ബീഫ് എല്ലാവരും വെച്ചിട്ട് പല ഡിഷസ് നമുക്ക് പല രീതിയിൽ ഇത് ഉണ്ടാക്കാം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. ഇപ്പം നമ്മുടെ ഈ മഴയുള്ള സമയത്ത് നല്ല ചൂടായിട്ട് ഇത് കഴിച്ച് അടിപൊളിയായിരിക്കും. മഴക്കാലത്ത് മാത്രമല്ലാന്നേ, ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കാണാറില്ലേ, കുറേ വെറൈറ്റീസ്, അതായത് മോമോസിൻ്റെ തന്നെ പല വെറൈറ്റീസൊക്കെ വെച്ചിട്ട് തരുന്നുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ഫുഡ്സ് പല വെറൈറ്റീസാണ് അവരിപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ മോമോസ് ജസ്റ്റ് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എളുപ്പമാണിത്. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കുക. ഞാൻ അതിനകത്ത് ചിക്കനകത്ത് കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താ ഈ പറയുന്ന സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കരിയാപ്പില ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി വെജിറ്റബിൾസ് അല്ലാണ്ട് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി. പിന്നെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ മൈദ കുഴച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് പരത്തി ഒരു കുഞ്ഞു കുഞ്ഞു റൗണ്ട് കഷ്ണങ്ങളാക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് നമുക്ക് ഡിസൈൻ ചെയ്ത് അതിനെ മടക്കി വെക്കാം. പിന്നെ ചട്നി ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ തക്കാളിയും വെളുത്തുള്ളിയും മുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി അത് ആറിക്കഴിയുമ്പോഴത്തേനും അതൊന്ന് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പും പഞ്ചസാരയും കുറച്ച് കെച്ചപ്പും കൂടെ മിക്സ് ചെയ്താൽ മതി. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ഒരു തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായി. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് ദേഷ്യമുള്ള കഷ്ണങ്ങൾ അങ്ങ് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നേ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈ പറയുന്ന മോമോസ് എല്ലാം ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കണം വീട്ടിൽ.